പുതിയ സിനിമ ലണ്ടൻ ബ്രിഡ്ജ് തിയേറ്ററിലെത്തി. അതിൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായിട്ട് മലയാള സിനിമയുടെ രാജകുമാരൻ പൃഥ്വിരാജ് എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഹായ്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമയാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്നുള്ള പേരിൽ തന്നെ എന്തെങ്കിലും ആ സിനിമയുടെ തീമോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ ഈ പേരിന്? ഇല്ല, പേരുമായിട്ടുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് ലണ്ടനിൽ നടക്കുന്ന ഒരു കഥയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആക്ച്വൽ ബ്രിഡ്ജിന് ഈ കഥയുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു പ്രസക്തിയൊന്നുമില്ല. ലണ്ടനിൽ നടക്കുന്ന ഒരു കഥയാണ്, ഒരു പ്രണയകഥയാണ്. അപ്പോൾ അത് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ജിനു എബ്രഹാം കണ്ടെത്തിയ പേരാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അഭിനയിച്ചു വരുന്ന സിനിമകളും ഇനിയും 2014 ഞാൻ ഇനിയും അഭിനയിക്കാൻ പോകുന്ന സിനിമകളും എല്ലാം തന്നെ കുറച്ചൊരു ഡാർക്ക് സീരിയസ് സിനിമകളാണ്. അപ്പോൾ അതിനിടയിൽ ഇത്തരമൊരു ഫീൽ ഗുഡ് ക്യാൻഡി ഫ്ലോസ് റൊമാൻസ് റോം കോം എന്ന് പറയുന്നത് ആസ് എൻ ആക്ടർ എനിക്കൊരു വലിയ ചേഞ്ചാണ്. അപ്പോൾ ഞാൻ ആ ചേഞ്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്. എൻ്റെ പ്രതീക്ഷ എൻ്റെ സിനിമകൾ കാണാറുള്ള പ്രേക്ഷകരും ഞാൻ ആ ചേഞ്ച് എൻജോയ് ചെയ്ത പോലെ തന്നെ അവരും അത് എൻജോയ് ചെയ്യുമെന്നുള്ളതാണ്. ഇതങ്ങനെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എൻ്റെ സിനിമകളെ പോലെ ഭയങ്കര ട്വിസ്റ്റോ അങ്ങനെ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു എന്താ പറയുക കഥയിലൊരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ചർച്ചാ വിഷയമാകാൻ പോകുന്നൊരു കഥാപ്രമേയമോ അങ്ങനെയൊന്നും ഈ സിനിമയിലില്ല. ഇതൊരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയുള്ളൊരു പ്രണയകഥയാണ്. ലണ്ടനിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരു യങ് ഓൺടർപ്രണർ വിജയദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. നമ്മൾ ഈ സിനിമയിൽ അയാളെ പരിചയപ്പെടുമ്പോൾ അയാൾ ഭയങ്കര ആസ്പിറേഷൻസും വളരെ വലിയ ആംബിഷൻസും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇനിയും ഒരുപാട് സമ്പാദിക്കണം, പൈസയോട് ഭയങ്കര അഭിനിവേശമുള്ള അങ്ങനെ ആ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഇയാളുടെ ലൈഫിലേക്ക് 2 പെൺകുട്ടികൾ കടന്നു വരികയാണ്. ഇവർ രണ്ടുപേരും ഇയാളുടെ ലൈഫിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിലേക്ക് അതിൻ്റേതായ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ടൈം ഈ 2 പെൺകുട്ടികളും ഇയാളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ്. ഈ 2 പെൺകുട്ടികളുമായിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്ന റിലേഷൻഷിപ്സിലൂടെ ഇയാൾ ശരിക്കും ഇയാളെ തന്നെ തിരിച്ചറിയുന്നതാണ് ഈ കഥ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിലിം ഇയാളുടെ പ്രയോറിറ്റീസ് ഇയാൾ വിചാരിച്ചിരുന്നതായിരുന്നില്ല, അല്ലെങ്കിൽ ഇയാൾ കരുതിയിരുന്ന ഒരു തരം വ്യക്തിയല്ല ഇയാൾ എന്ന് ഇയാൾ തന്നെ തിരിച്ചറിയുന്നിടത്താണ് ഈ സിനിമയുടെ ഒരു അവസാനം എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമുക്ക് രസകരമായി കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പ്രണയകഥയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ക്യാരക്ടർ എപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ക്യാഷിന് വേണ്ടി മാത്രം? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരുപാടുണ്ടാവും അങ്ങനെ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതിലെ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. എത്ര പാട്ടുകളുണ്ട്? 4 പാട്ടുകളുണ്ട്. മ്യൂസിക് ഡയറക്ടർ? ഈ സിനിമയിൽ 3 മ്യൂസിക് ഡയറക്ടേഴ്സാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 പാട്ടുകളിൽ ഒരു സോക്കോൾ പിന്നണി ഗാനങ്ങളിൽ, പിന്നണിയല്ല സിനിമയിൽ വരുന്ന ഗാനങ്ങളിൽ 2 രാഹുൽ രാജാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി 2 ശ്രീവത്സൻ ജെ മേനൻ ആണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ഗോപി സുന്ദറാണ്. 3 പേരും തുല്യ പ്രാധാന്യമുള്ള 3 ജോലികളാണ്. ഇല്ല, ഞാൻ പാടിയിട്ടില്ല. 3 പേരും തുല്യ പ്രാധാന്യമുള്ള 3 ജോലികളാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ രാഹുൽ ചെയ്ത 2 പാട്ടുകൾക്കും ശ്രീവത്സൻ ചെയ്ത 2 പാട്ടുകൾക്കും വളരെ വേറിട്ട് നിൽക്കുന്ന സ്വഭാവങ്ങളാണ്. അത് അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഈ സിനിമയിൽ ആ ഗാനങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ 4 പാട്ടുകളിൽ ഒരു സോങ് മാത്രമാണ് ഒരു റിയാലിറ്റിയിൽ നിന്ന് വിട്ടിട്ടൊരു കട്ടവേ പോലുള്ളൊരു സോങ് ഉള്ളത്. അപ്പോൾ അത് മാത്രമേ ബാക്കി 3 സോങ്സും നമ്മൾ ശരി ഇത് UK-യിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് UK-യുടെ ഭംഗി കാണിക്കാം എന്നുള്ളത് ആയിരുന്നില്ല അതിൻ്റെ പിക്ചറൈസേഷനിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത്. 3 പാട്ടുകളും നരേഷൻ്റെ ഭാഗമായിട്ട് തന്നെ സീൻസ് പോലെ തന്നെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന, കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടെ ഇവോൾവ് ചെയ്യുന്ന സ്ക്രീൻ ടൈം ആയിരിക്കണം ഈ 3 പാട്ടുകളും നിർബന്ധമുണ്ടായിരുന്നു. ആ ഒരു പാട്ട് സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ ഒരു ഗാനം മാത്രമാണ് ഒരു റിയാലിറ്റിയിൽ നിന്നൊരു കട്ടവേ ആയതുകൊണ്ട് നമ്മളൊരു നല്ല ലൊക്കേഷൻസിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു സാധാരണ സോങ് ഷൂട്ട് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ഇതിനെ സമീപിച്ചിട്ടുള്ളത്.